ഇത് ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള ഒരു സമാധി മണ്ഡപമാണ്. നിങ്ങൾ തെറ്റായ പ്രചരണം നൽകിയത് കല്ലറയല്ല. മറ്റു മതവിശ്വാസങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ നടക്കും? ഒരു മനുഷ്യനെ കൊന്നിരുത്തിയെന്നുള്ള പരാതിയുണ്ട്. നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധി സ്ഥലം തൽക്കാലം തുറക്കേണ്ട എന്ന തീരുമാനമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. കല്ലറ തൽക്കാലം തുറക്കില്ല എന്നും കുടുംബത്തിൻ്റെ ഭാഗം കേൾക്കുമെന്നും ഇപ്പോൾ സബ് കളക്ടർ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മകനെ ഇപ്പോൾ നെയ്യാറ്റിൻകര സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സ്ഥലത്ത് നാട്ടുകാരും ചില സംഘടനകളും ഹിന്ദു സംഘടനകളും നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം തന്നെയാണ് ഉന്നയിക്കുന്നത്. അതായത് ഈ കല്ലറ പൊളിക്കണം, ചിലർ പറയുന്നു പൊളിക്കേണ്ട ആവശ്യമില്ല, അത് ഹിന്ദു ആചാരത്തെ ബാധിക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നു. അവകാശമുള്ളപ്പോൾ ആ അവകാശങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു കല്ലറ എന്നുള്ളൊരു തെറ്റായ പ്രചരണം നൽകരുത്. ഇത് ഹിന്ദു വിശ്വാസ ആചാരപ്രകാരം ഒരു സമാധി മണ്ഡപമാണ്. ആ സമാധി മണ്ഡപത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നത്, കല്ലറയായി നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാവണം. നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്യാതെയാണ് നടപടിയിലേക്ക് വരുന്നത്. നോട്ടീസ് ഇഷ്യൂ ചെയ്യണ്ടേ? മരിച്ചൊരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരണം. ഞങ്ങൾ അങ്ങോട്ട് വരും. അതിന് ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ഒരു മതവിശ്വാസത്തിന്റെ ഒരു ആചാരത്തിന്റെ ഭാഗമല്ല. അത് ഒരു ആചാരത്തിന്റെ ഇത് കല്ലറയല്ല. ഇത് ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള ഒരു സമാധി മണ്ഡപമാണ്. നിങ്ങൾ തെറ്റായ പ്രചരണം നൽകിയത് കല്ലറയല്ല, അത് തെറ്റായ ഒരു പ്രചരണമാണ് നൽകുന്നത്. ഒരു സമാധി മണ്ഡപമാണ്. ധനുമാസത്തിലെ തിരുവാതിര നടക്കുകയാണ്. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ്. അവിടെ ശിവനെ വെച്ച് പൂജിക്കുന്ന ഒരു ക്ഷേത്രമുള്ള സ്ഥലമാണ്. അതിന്റെ പൂജ ചെയ്യുന്നവരാണ്. ആ പൂജ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അവന്റെ നോട്ടീസ് ഇഷ്യൂ ചെയ്യണ്ടേ പോലീസ്? നോട്ടീസ് ഇഷ്യൂ ചെയ്ത് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ടേ? ഇപ്പോൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തില്ല, സ്റ്റേറ്റ്മെന്റ് കൊടുക്കാതെ വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് മറ്റ് മതവിശ്വാസങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ നടക്കും? മറ്റേതെങ്കിലും ഒരു മതവിശ്വാസങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അവിടെ ഇതുപോലെ നടക്കും? ഒരു തെറ്റായ ഒരു കാര്യമാണ്. ഒരു നടപടിയുടെ ഭാഗമായിട്ട് നമ്മളും ഭരണഘടനയുള്ള നാടാണ്. ഈ ഭരണഘടനയുടെ ഭാഗമായിട്ട് നമുക്ക് മതവിശ്വാസങ്ങൾ ആചാരങ്ങൾ നടത്താനുള്ള അവകാശം ആർട്ടിക്കിൾ 14, 17 പറയുന്നുണ്ട്. പക്ഷേ അവരുടെ പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ടേ? ഒരു സ്റ്റേറ്റ്മെന്റ് പോലും എടുക്കാതെ വന്നിട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ അതങ്ങ് പൊളിക്കാം. പിന്നെ കല്ലറ എന്ന് പറഞ്ഞൊരു തെറ്റായ ഒരു പ്രചരണമാണ് നൽകുന്നത്. അത് കല്ലറയല്ല. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മാറ്റണം. അത് ഹിന്ദു വിശ്വാസ ആചാരപ്രകാരമുള്ള ഒരു സമാധി മണ്ഡപമാണ്. സമാധി മണ്ഡപമാണ്. ആ ഒരു വാക്ക് തന്നെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്തും നിങ്ങൾ പറയണം. ഹിന്ദു സംഘടനകൾ വിശ്വാസം ആചാരത്തിന്റെ ഒരു ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു കാര്യത്തിലേക്ക് ഹിന്ദു സംഘടന എന്ന നിലയിൽ നമ്മൾ അതിനൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഇതിൽ പരാതി നൽകുന്നുണ്ട്. ഇതൊരു ആചാര ലംഘനമാണ്. ധനുമാസത്തിലെ തിരുവാതിരയാണ് ഇന്ന്. അവിടെ ശിവന്റെ പ്രതിഷ്ഠയുള്ള സ്ഥലമാണ്. ആ ക്ഷേത്രത്തിൽ അവിടെ ആചാരങ്ങൾ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് പൂജ നടക്കുന്ന ഒരു ദിവസമാണ്. ആചാര ലംഘനത്തിനാണ് നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്യാതെ അവിടെ ഒരു നടപടിയുടെ ഭാഗമായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് തികച്ചും നീതി നിഷേധമാണ് ഇവിടെ നടന്നത്. ഞങ്ങളുണ്ട്. ഇവിടെ നാട്ടുകാർ പറയണത് അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതെല്ലാം ഇവിടെ ഉള്ള ആളുകളാണ്. ഈ വെളിയിലൊന്നും ഇവിടെ ന്യായം പറയണ്ട. അവൻ വിരട്ടി വെക്കണതാ. ചന്ദ്രശേഖര തിരിഞ്ഞു നോക്കാതെ പോ. വണ്ടി വിട്ടോ. അറിയാലോ.
ഒരു മനുഷ്യനെ കൊന്നിരുത്തി പരാതിയുണ്ട്. ഞങ്ങളിലില്ല ജാതി, ഞങ്ങളിലില്ല മതം. അങ്ങനെ ജീവനോട് കൂടി ഒന്നുമില്ല മാത്രമല്ല നമുക്ക് അത് വേറെ രാജ്യമല്ല. നിയമം നടപ്പിലാക്കുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നുള്ളൂ. നിയമം നടപ്പിലാക്കുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നുള്ളൂ. നിയമം ഒരു സംഘടനയ്ക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല സർക്കാർ. പറഞ്ഞ മനസ്സിലായി? ഇവിടുത്തെ നിയമം നടപ്പിലാക്കാൻ നമ്മൾ പറയുന്നത്. ഇവിടുത്തെ ആചാരങ്ങളെ കൊടുക്കാൻ നമുക്ക് പൊളിക്കണ്ട. ഇതിന്റെ നിജസ്ഥിതി അറിയണം. നമുക്ക് പൊളിക്കണ്ട. ഈ മാൻ മിസ്സിംഗ് ആണ്. നമുക്ക് ഇതിന്റെ നിജസ്ഥിതി അറിയണം. അതിനാണ് ഇവിടെ സർക്കാർ. നമ്മൾ സർക്കാരിന്റെ ഭാഗം ഇതേ പറയുന്നുള്ളൂ. ഒരു സംഘടനയുടെ മുമ്പിൽ സർക്കാർ മുട്ടുപടക്കേണ്ട ആവശ്യമില്ല. സംഘടന മുമ്പിൽ എന്തിനാ സർക്കാർ മുട്ടുപടക്കണേ? സംഘടന മുമ്പിൽ സർക്കാർ മുട്ടുപടക്കണ്ടേ? മാൻ മിസ്സിംഗ് ആണ്. സ്വമേധയാ കേസെടുക്കേണ്ട വിഷയമാണ്. അത് പറയും. ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് ഉയർത്തിയതെങ്കിൽ ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, പോലീസ് എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സമാധി നടത്തിയ പള്ളിയുടെ